എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ ഈ വീഡിയോയിൽ ഇന്റലിജൻസ് ആൻഡ് ഇന്റലിജൻസ് ടെസ്റ്റ്, അതായത് വ്യത്യസ്തമായ ബുദ്ധി പരീക്ഷകളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം. Intelligence is the global capacity of an individual to act purposefully, to think rationally, and to deal effectively with his environment. ഇത് ഇന്റലിജൻസിനെ കുറിച്ച് ഡേവിഡ് ബെഷ്ലർ പറഞ്ഞ ഏറ്റവും പ്രശസ്തമായ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒരു മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? അയാൾക്ക് തന്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി വേണ്ട വിധം പ്രവർത്തിക്കാനും യുക്തിപരമായി ചിന്തിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനുമുള്ള കഴിവിനെയാണ് ബുദ്ധി അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു ഫാക്ടർ മാത്രമല്ല ഇന്റലിജൻസ്, ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഒരു വ്യക്തിയുടെ ബുദ്ധി നമ്മൾ കണക്കാക്കുന്നത്. ഒരാൾ ബുദ്ധിമാനാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയാണോ? അല്ല, അയാളുടെ ഡിഫറെൻറ്റ് എബിലിറ്റീസിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഇന്റലിജൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്റലിജൻസ് കുറവാണ് എന്നൊക്കെ നമ്മൾ കണക്കാക്കുന്നത്. ഒരാൾക്ക് പഠിക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇവയെല്ലാം ഇന്റലിജൻസ് തന്നെയാണ്. നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പഠിച്ചതാണ്. അതിൽ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഇന്റലിജൻസ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇന്റലിജൻസ് മെഷർ ചെയ്യാം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബുദ്ധി എങ്ങനെ അളക്കാം എന്ന് നോക്കാം. ഇന്റലിജൻസ് ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് ഇന്റലിജൻസ് ടെസ്റ്റ്. ബുദ്ധി പരീക്ഷകൾ ഉപയോഗിച്ചാണ് ബുദ്ധി അളക്കുന്നത്. ഇന്റലിജൻസ് ടെസ്റ്റ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസ് ഹാവിംഗ് അക്സെപ്റ്റബിൾ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. ബുദ്ധി പരീക്ഷകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് സ്റ്റാൻഡർഡൈസ്ഡ് ടൂളാണ്. എന്തിനു വേണ്ടി? ഒരു വ്യക്തിയുടെ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ അല്ലെങ്കിൽ പരീക്ഷകളെയാണ് നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് റിലയബിളും വാലിഡുമാണ്. The intelligence tests are classified in two different ways. രണ്ടായിട്ടാണ് ഇവയെ തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ is based on method of testing. എങ്ങനെയാണ് പരീക്ഷകൾ നടത്തുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ട് തരത്തിലാണ്, ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റ്. In individual test, only one individual is tested at a time. ഒരു സമയത്ത് ഒരു വ്യക്തിക്ക് മാത്രം പരീക്ഷകൾ നടത്തുമ്പോൾ അതിനെയാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമേ പരീക്ഷ നടത്തുന്നുള്ളൂ. അടുത്തത് ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻ ഗ്രൂപ്പ് ടെസ്റ്റ്, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഈസ് ടെസ്റ്റഡ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് ഒരുപാട് വ്യക്തികൾക്ക് നമ്മൾ പരീക്ഷ നടത്തുമ്പോൾ അതിനെ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് and it is classified into two, individual test and group test. In individual test, only one individual is tested at a time, and in group test, a group of individuals is tested at the same time. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മീഡിയം ഓഫ് ടെസ്റ്റിംഗ്. പരീക്ഷ നടത്തുന്നതിൻ്റെ മാധ്യമത്തിനെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, വെർബൽ ടെസ്റ്റ്. ദേ മേക്ക് യൂസ് ഓഫ് ലാംഗ്വേജ്. ഭാഷ ഉപയോഗിച്ച് പരീക്ഷകൾ നടത്തുന്നതിനെയാണ് വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നോൺ വെർബൽ ടെസ്റ്റ് ഓർ പെർഫോമൻസ് ടെസ്റ്റ്. ദേ മേക്ക് യൂസ് ഓഫ് സം ആക്ടിവിറ്റി ഓർ പെർഫോമൻസ്. കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിച്ച് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനെയാണ് നോൺ വെർബൽ ടെസ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? അവിടെ ഭാഷയുടെ ഉപയോഗമൊന്നുമില്ല, നമ്മൾ കാര്യങ്ങൾ ചെയ്താണ് കാണിക്കേണ്ടത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മീഡിയം ഓഫ് ടെസ്റ്റിംഗ്. നമ്മൾ പരീക്ഷയുടെ മാധ്യമത്തിനെ അടിസ്ഥാനമാക്കി രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, വെർബൽ ടെസ്റ്റ് ആൻഡ് നോൺ വെർബൽ ഓർ പെർഫോമൻസ് ടെസ്റ്റ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ഓർ നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എങ്ങനെ പരീക്ഷ നടത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി രണ്ട് തരത്തിലാണ്, ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റ്. In individual test, the test material is presented by the examiner to the examinee in a face-to-face situation. ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലൂടെയാണ് പരീക്ഷ നടത്തുന്നത്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അഭിമുഖമായിട്ട് ഇരുന്നു കൊണ്ടാണ് പരീക്ഷ നടത്തുന്നത്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് മേ ബി ഐദർ വെർബൽ ഓർ നോൺ വെർബൽ. ഇത് വെർബലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചോ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ വെർബൽ ഓർ പെർഫോമൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചുകൊണ്ടോ ആയിരിക്കാം. ഇപ്പോൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വഴിയാണ് നടക്കുന്നത്. അത് വെർബലോ നോൺ വെർബലോ ആയിരിക്കാം. ഇതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്. ദിസ് ഈസ് ആൻ ഇൻഡിവിജ്വൽ വെർബൽ ടെസ്റ്റ്. അതായത് ഒരു വ്യക്തിക്ക് തനിയെ നടത്തുന്ന പരീക്ഷയാണ് സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്. ദിസ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആൽഫ്രഡ് ബിനെ, who is popularly known as the father of intelligence test.
along with Theodore Simon in 1905. 1905 ആൽഫ്രഡ് ബിനെയും തിയോഡർ സൈമണും കൂടി ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഇന്റലിജൻസ് ടെസ്റ്റാണ് സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്. This test was later revised by Terman and Merrill at Stanford University in 1916. 1916 ഈ സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് സൈക്കോളജിസ്റ്റായ ടെർമാനും മെറിലും കൂടെ ചേർന്ന് വീണ്ടും അതിനെ റിവൈസ് ചെയ്തിട്ടുണ്ട് 1916. അടുത്തൊരു എക്സാമ്പിളാണ് ദ വെഷ്ലേഴ്സ് അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ WAIS. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സൈക്കോളജിസ്റ്റ് ഡേവിഡ് വെഷ്ലർ. മനഃശാസ്ത്രജ്ഞനായ ഡേവിഡ് വെഷ്ലർ ഡെവലപ്പ് ചെയ്ത ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആണ് ദ വെഷ്ലേഴ്സ് അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ. നമ്മൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്താണെന്ന് പഠിച്ചു, അതിനുള്ള 2 എക്സാമ്പിളും പഠിച്ചു. ഒരു സമയം ഒരു വ്യക്തിക്ക് മാത്രം ടെസ്റ്റ് നടക്കുവാണെങ്കിൽ അതിനെ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് വിളിക്കുന്നു. 2 എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചത്, ദ സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആൻഡ് ദ വെഷ്ലേഴ്സ് അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ. അടുത്തതാണ് ഗ്രൂപ്പ് ടെസ്റ്റ്. ദ ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഈസ് അഡ്മിനിസ്ട്രേറ്റ് ടു എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അറ്റ് എ ടൈം. ഒരേ സമയം ഒരുപാട് വ്യക്തികൾക്ക് പരീക്ഷ നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. All the people in the group are given the same directions and have to perform the same activities. ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികൾക്കും നമ്മൾ ഒരേപോലെയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്, എന്നിട്ട് അവർ ഒരേപോലെയുള്ള കാര്യങ്ങളുമാണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് ടെസ്റ്റ് മേ ബി വെർബൽ ഓർ നോൺ വെർബൽ ഓർ പെർഫോമൻസ് ടെസ്റ്റ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദ ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ജനറൽ മെന്റൽ എബിലിറ്റി ഡെവലപ്ഡ് ബൈ JS Jalota. ഇറ്റ് ഈസ് എ വെർബൽ ഗ്രൂപ്പ് ഇന്റലിജൻസ് ടെസ്റ്റ്. അടുത്തത് ഓട്ടിസ് ലെനൻ സ്കൂൾ എബിലിറ്റി ടെസ്റ്റ്. ഇറ്റ് ഈസ് എ വെർബൽ ഗ്രൂപ്പ് ഇന്റലിജൻസ് ടെസ്റ്റ്. 2 ഗ്രൂപ്പ് ടെസ്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ദ ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ജനറൽ മെന്റൽ എബിലിറ്റി ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സൈക്കോളജിസ്റ്റ് JS Jalota. അടുത്തത് ഓട്ടിസ് ലെനൻ സ്കൂൾ എബിലിറ്റി ടെസ്റ്റ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മീഡിയം ഓഫ് ടെസ്റ്റിംഗ്. പരീക്ഷ നടത്തുന്നതിന്റെ മാധ്യമത്തിനെ അടിസ്ഥാനമാക്കി. എങ്ങനെയൊക്കെയാണ്? വെർബൽ ടെസ്റ്റ് ആൻഡ് നോൺ വെർബൽ ടെസ്റ്റ് ഓർ പെർഫോമൻസ് ടെസ്റ്റ്. ഫസ്റ്റ് വൺ, വെർബൽ ടെസ്റ്റ്. എ ടെസ്റ്റ് വിച്ച് റിക്വയർസ് ദ യൂസ് ഓഫ് വെർബൽ എബിലിറ്റി. എന്തൊക്കെ കാര്യങ്ങളാണ് വെർബൽ എബിലിറ്റിയിൽ ടെസ്റ്റ് ചെയ്യുന്നത്? എബിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വേർഡ്സ്. എഴുതാനും വായിക്കാനും എഴുതിയതോ വായിച്ചതോ ആയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ വെർബൽ എബിലിറ്റി എന്ന് പറയുന്നത്. സച്ച് ടെസ്റ്റ് മേക്ക് യൂസ് ഓഫ് ലാംഗ്വേജ് ആസ് ദ വെഹിക്കിൾ ഓഫ് ടെസ്റ്റിംഗ്. ഇങ്ങനെയുള്ള പരീക്ഷയുടെ മാധ്യമം എന്താണ്? ഏതെങ്കിലും ഒരു ഭാഷയെ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷ നടത്തുന്നത്. The test content is loaded with verbal material and the items are presented orally or in written forms for which the answers have to be given in oral or written language. പരീക്ഷ നടത്തുമ്പോൾ എങ്ങനെയാണ്? കുട്ടികളോടൊന്നെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കും, അപ്പോൾ അവർ തിരിച്ച് ഉത്തരം പറയണം. അല്ലെങ്കിൽ എഴുതി കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ കുട്ടികൾ എഴുതണം. ഇങ്ങനെയാണ് വെർബൽ ടെസ്റ്റുകൾ നടത്തുന്നത്. സോ To take such test, knowledge of the language of the test is necessary. ഏത് ഭാഷയിലാണോ പരീക്ഷ നടത്തുന്നത് ആ ഭാഷയെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഭാഷയിൽ നല്ല പ്രാവീണ്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ ആണ് ആർമി ആൽഫാബീറ്റ ടെസ്റ്റ് ആൻഡ് CIE വെർബൽ ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്. ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ഉദയ് ശങ്കർ. ഈ ടെസ്റ്റിന്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഹിന്ദിയിലാണ്. അപ്പോൾ 2 വെർബൽ ടെസ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആർമി ആൽഫാബീറ്റ ടെസ്റ്റ് ആൻഡ് CIE വെർബൽ ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഡെവലപ്ഡ് ബൈ ഉദയ് ശങ്കർ. അടുത്തതാണ് നോൺ വെർബൽ ടെസ്റ്റ്. ദീസ് ആർ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ദാറ്റ് റിക്വയർ നോ വെർബൽ റെസ്പോൺസ് ഇൻ ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ഓർ ഇൻ ദ സബ്ജക്ട്സ് ആൻസേഴ്സ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ എഴുതി കാണിക്കുകയോ എന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? അത് നോൺ വെർബൽ ടെസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ടെസ്റ്റാണ്. നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്താണ് കാണിക്കേണ്ടത്. The test involves activities in which instructions can be given by pantomime and no language need to be used at any point during the testing. പരീക്ഷ സമയത്ത് ഭാഷയുടെ ഉപയോഗം തീരെ ഇല്ലാത്ത ടെസ്റ്റുകളാണ് നമ്മൾ നോൺ വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. Items of non-verbal test are in the form of symbols, diagrams, perceptual designs or even concrete objects. ഈ പരീക്ഷയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഡയഗ്രാംസ് ആയിരിക്കാം, അല്ലെങ്കിൽ സിംബൽസ് അടയാളങ്ങളോ ചിത്രങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ ആണ്. ഇവ ഉപയോഗിച്ചിട്ടാണ് പരീക്ഷകൾ നടത്തുന്നത്. എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സിംബൽസ്, ഡയഗ്രാംസ്, പെർസെപ്ച്വൽ ഡിസൈൻസ് ഓർ ഈവൻ കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. ടൈപ്പ് ഓഫ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ സച്ച് ടെസ്റ്റ് ആർ ഫിഗർ അനലോഗീസ്, ഫിഗർ ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ എക്സെട്ര.
ഈ ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് ഫിഗർ അനലോഗീസ്. നമ്മൾ കുറച്ച് ചിത്രങ്ങൾ തരും, എന്നിട്ട് അതിനുള്ള സാദൃശ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ കണ്ടെത്തുക. ഫിഗർ ക്ലാസിഫിക്കേഷൻ, കുറച്ച് ഫിഗേഴ്സ് തരും, നമ്മൾ അതിനെ തരം തിരിക്കുക. ആൻഡ് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, കുറച്ച് പീസുകളായിട്ടുള്ള പേപ്പറുകളോ ഓബ്ജക്ട്സുകളോ ഒക്കെ തരും, എന്നിട്ട് നമ്മൾ അതിനെ ഒരു രൂപമാക്കി മാറ്റുക. ഇങ്ങനെയുള്ള ടെസ്റ്റുകൾക്കാണ് നോൺ വെർബൽ ടെസ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? അവിടെ ഭാഷയുടെ ഉപയോഗമൊന്നുമില്ല, നമ്മൾ കാര്യങ്ങൾ ചെയ്താണ് കാണിക്കേണ്ടത്. എക്സാമ്പിൾ: ദ റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് ടെസ്റ്റ് ആൻഡ് ദ ഷിക്കാഗോ നോൺ വെർബൽ ടെസ്റ്റ്. ഏതൊക്കെയാണ്? ദ റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് ടെസ്റ്റ് ആൻഡ് ഷിക്കാഗോ നോൺ വെർബൽ ടെസ്റ്റ്. ഈ രണ്ടും നോൺ വെർബൽ ടെസ്റ്റുമാണ്, പെർഫോമൻസ് ടെസ്റ്റുമാണ്. ഇതുകൂടാതെ പെർഫോമൻസ് ടെസ്റ്റ് എന്ന സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ടെസ്റ്റുകളും കൂടിയുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. A performance test is one in which subject has to perform certain standardized tasks and to manipulate some concrete materials without the use of language. ഭാഷ ഉപയോഗിക്കാതെ ചോദ്യങ്ങളിലുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്ന പരീക്ഷകൾക്കാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ പ്രവർത്തിച്ചാണ് കാണിക്കേണ്ടത്. In these tests, the items which require responses in terms of motor activities rather than to make verbal responses are included. യാതൊരു വെർബൽ റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയോ അല്ലെങ്കിൽ എഴുതി കാണിക്കുകയോ ഒന്നും വേണ്ട. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ പ്രവർത്തിച്ച് കാണിക്കുക? മോട്ടോർ ആക്ടിവിറ്റീസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. പെർഫോമൻസ് ടെസ്റ്റ് ആർ നോൺ വെർബൽ, ബട്ട് ഓൾ നോൺ വെർബൽ ടെസ്റ്റ് നീഡ് നോട്ട് ബി പെർഫോമൻസ് ടൈപ്പ്. എല്ലാ പെർഫോമൻസ് ടെസ്റ്റും നോൺ വെർബൽ ടെസ്റ്റാണ്, പക്ഷേ എല്ലാ നോൺ വെർബൽ ടെസ്റ്റും പെർഫോമൻസ് ടെസ്റ്റ് അല്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐറ്റംസ് ടു സോൾവ് എ മെയ്സ്, ഡിജിറ്റ് സിംബൽസ്, പിക്ചർ കംപ്ലീഷൻ, പിക്ചർ അറേഞ്ച്മെൻറ്റ്, ബ്ലോക്ക് ഡിസൈൻസ്, ഒബ്ജക്റ്റ് അസംബ്ലി എക്സെട്ര ആർ പെർഫോമൻസ് ടെസ്റ്റ്. പെർഫോമൻസ് ടെസ്റ്റിനുള്ള 2-3 എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കിയേക്കുന്നത്. ടെസ്റ്റ് ടു സോൾവ് എ മെയ്സ്, അതായത് ഒരു കെണിയുടെ രൂപത്തിലുള്ള ഒരു പിക്ചർ നമുക്ക് തരും, എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക അല്ലെങ്കിൽ വഴി കാട്ടുക, ഇങ്ങനെയുള്ളതൊക്കെ പെർഫോമൻസ് ടെസ്റ്റിന് എക്സാമ്പിളാണ്. ഡിജിറ്റ് സിമ്പിൾ, നമ്മൾക്ക് കുറച്ച് ഡിജിറ്റ്സും അസോസിയേറ്റ് ചെയ്ത് കുറച്ച് സിമ്പിൾസും തരും, എന്നിട്ട് നമ്മൾ പസിൽ സോൾവ് ചെയ്യുക. പിക്ചർ കംപ്ലീഷൻ, നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ മോഡലിനെ ബേസ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫിഗർ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പിക്ചർ, ഒരു പൂർണ്ണ ചിത്രം തയ്യാറാക്കുക. പിക്ചർ അറേഞ്ച്മെൻറ്റ്, കുറച്ച് സെറ്റ് ഓഫ് പിക്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് തരികയും അതിൻ്റെ സീക്വൻഷ്യൽ ഓർഡറിൽ, അതായത് ഒരു കഥ നടക്കുന്നത് പോലെ ആ പിക്ചറിനെ അറേഞ്ച് ചെയ്യുക. ബ്ലോക്ക് ഡിസൈൻസ്, കുറച്ച് ബ്ലോക്സ് തന്നിട്ടുണ്ടാവും, അതിനെ ഒരു പാറ്റേൺ ഫോമിൽ അറേഞ്ച് ചെയ്യുക. ഒബ്ജക്റ്റ് അസംബ്ലി, കുറച്ച് പീസുകളായിട്ടുള്ള രൂപങ്ങൾ തരും, എന്നിട്ട് നമ്മളതിനെ ഒരു രൂപമാക്കി മാറ്റുക. ഇതെല്ലാം പെർഫോമൻസ് ടെസ്റ്റിന് എക്സാമ്പിളാണ്. 2 പോപ്പുലർ ആയിട്ടുള്ള പെർഫോമൻസ് ടെസ്റ്റുകളാണ് ദ പിൻഡർ പാറ്റേഴ്സൺ പെർഫോമൻസ് സ്കെയിൽ. ദിസ് ഈസ് ദ ഫസ്റ്റ് പെർഫോമൻസ് ടെസ്റ്റ് ഡെവലപ്ഡ് ഇൻ 1917. 1917 ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ പെർഫോമൻസ് ടെസ്റ്റാണ് ദ പിൻഡർ പാറ്റേഴ്സൺ പെർഫോമൻസ് സ്കെയിൽ. അടുത്തതാണ് ദ കോഹ്സ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്. കോഹിൻ്റെ ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് ഒരു പെർഫോമൻസ് ടെസ്റ്റാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ പെർഫോമൻസ് ടെസ്റ്റിനെ ബേസ് ചെയ്തെന്ന് വെച്ചാൽ, നമുക്ക് സംസാരിക്കാൻ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ കേൾക്കാൻ കഴിവില്ലാത്ത ഡെഫ് ആൻഡ് ഡം കുട്ടികൾക്കൊക്കെ പെർഫോമൻസ് ടെസ്റ്റിലൂടെ അവരുടെ ഇൻ്റലിജൻസിനെ പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ആണ്. അതുകൂടാതെ ഭാഷ അറിയില്ലാത്ത അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജസിനൊക്കെ ഈ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ദിസ് ടെസ്റ്റ് ക്യാൻ ബി യൂസ് ഫോർ ഇല്ലിറ്ററേറ്റ്സ് ഓൾസോ. എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷരർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്. ഡിജിറ്റ് സിംബൽസ് യൂസ് ചെയ്യാറുണ്ട്. പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ് പെർഫോമൻസ് ടെസ്റ്റിൽ വരുന്നതാണ്. പിക്ചർ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, ബ്ലോക്ക് ഡിസൈൻസ്, ഒബ്ജക്റ്റ് അസംബ്ലി, ഇങ്ങനെയുള്ളതൊക്കെ പെർഫോമൻസ് ടെസ്റ്റിൽ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് എബിലിറ്റീസ് മെഷേർഡ് ഇൻ ഇൻ്റലിജൻസ് ടെസ്റ്റ്. ബുദ്ധി പരീക്ഷകൾ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ടെസ്റ്റിൽ എന്തെല്ലാം കഴിവുകളാണ് അളക്കുന്നതെന്ന് നോക്കാം. എബിലിറ്റീസ് ഇൻ പെർസെപ്ച്വൽ സ്പീഡ്, മെമ്മറി, വെർബൽ മീനിങ്, ന്യൂമറിക്കൽ എബിലിറ്റി, സ്പേഷ്യൽ റിലേഷൻസ്, സിനോണിംസ്, അനലോഗീസ്, ന്യൂമറിക്കൽ റീസണിംഗ്, ലോജിക്കൽ സെലക്ഷൻ, പ്രാക്ടിക്കൽ ജഡ്ജ്മെൻറ്റ്, നമ്പർ ആൻഡ് വേർഡ് ഫ്ലുവൻസി, വെർബൽ കോംപ്രിഹെൻഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, റോട്ട് മെമ്മറി, ഇമ്മീഡിയറ്റ് കപ്പാസിറ്റീസ് ഫോർ observation and clear thinking. These are the some of the abilities measured in intelligence test. സാധാരണയായിട്ട് ബുദ്ധി പരീക്ഷകളിൽ അളക്കുന്ന കുറച്ച് കഴിവുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കാം. ഗ്രഹണ വേഗത അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വേഗത, ഓർമ്മ,
വാക്സാമർഥ്യം, സംഖ്യാശേഷി, സ്ഥലപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ദൃശ്യസ്ഥലപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, പര്യായങ്ങൾ മനസ്സിലാക്കുക, സമാനമായ അർത്ഥങ്ങൾ കണ്ടെത്തുക, യുക്തിപരമായി ചിന്തിക്കുക, നീതിപൂർവം തീരുമാനമെടുക്കുക, വാക്കുകൾ നല്ല രീതിയിൽ പ്രയോഗിക്കാനുള്ള കഴിവ്, കാര്യങ്ങളെ തരംതിരിക്കാനുള്ള കഴിവ്, പ്രശ്നപരിഹരണ ശേഷി, ഓർമ്മയിൽ നിലനിർത്താനുള്ള കഴിവ്, ഓർമ്മയിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള കഴിവ്, യുക്തിപൂർവം ചിന്തിക്കാനുള്ള കഴിവ്, കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ്, ഇവയൊക്കെയാണ് സാധാരണയായിട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റിൽ കണക്കാക്കുന്നത്. നമ്മൾ എന്താണ് ഇൻ്റലിജൻസ് എന്ന് പഠിച്ചു. ഇൻ്റലിജൻസ് മെഷർ ചെയ്യുന്നത് ഇൻ്റലിജൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ബുദ്ധി പരീക്ഷകൾ ഉപയോഗിച്ചിട്ടാണ്. ഫാദർ ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ആളാണ് ആൽഫ്രഡ് ബിനെ. ഇൻ്റലിജൻസ് ടെസ്റ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ഓർ അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെ നടപ്പാക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. First one, individual test. Here only one individual is tested at a time. Example, Stanford Binet test of intelligence and the Wechsler's adult intelligence scale. And group test. Here a group of individuals is tested at the same time. Example, the group test of general mental ability developed by J.S. Jalota and Otis Lennon school ability test. അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മീഡിയം ഓഫ് ടെസ്റ്റിംഗ്. പരീക്ഷയുടെ മാധ്യമത്തിനെ അടിസ്ഥാനമാക്കി രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. വെർബൽ ടെസ്റ്റ്. ഹിയർ ദ എബിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ് ആർ ടെസ്റ്റഡ്. എങ്ങനെയാണ് ഒരു കുട്ടിക്ക് എഴുതാനും വായിക്കാനും ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ ആണ് ആർമി ആൽഫ ബീറ്റ ടെസ്റ്റ് ആൻഡ് CIE വെർബൽ ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് കൺസ്ട്രക്റ്റഡ് ബൈ ഉദയ് ശങ്കർ. അടുത്ത് നോൺ വെർബൽ ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി ഗിവൺ ബൈ പാൻറ്റോമൈം ആൻഡ് നോ ലാംഗ്വേജ് ഇസ് റിക്വയർഡ്. ഭാഷ ഉപയോഗിക്കാതെ കാര്യങ്ങൾ ചെയ്തു കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നോൺ വെർബൽ ടെസ്റ്റ്, ഇവിടെ ഭാഷയുടെ പ്രയോഗത്തിന്റെ ആവശ്യമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ? ഫിഗർ അനലോഗീസ്, ഫിഗർ ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് ടെസ്റ്റ് ആൻഡ് ദ ഷിക്കാഗോ നോൺ വെർബൽ ടെസ്റ്റ്. അതിൽ തന്നെ വരുന്നതാണ് പെർഫോമൻസ് ടെസ്റ്റ്. ഹിയർ the individual has to perform certain standardized tasks to manipulate some concrete materials without the use of language. ഭാഷ ഉപയോഗിക്കാതെ കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്ന പരീക്ഷകൾക്കാണ് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ദ പിൻഡർ പാറ്റേഴ്സൺ പെർഫോമൻസ് സ്കെയിൽ ആൻഡ് കോക്സ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്. ഈ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക്